ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. ത്രെഡും അതുപോലെ തന്നെ ബീഡ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പാറ്റേൺ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേണും തന്നെയാണ്. അപ്പോൾ നമുക്ക് പാറ്റേൺ പരിചയപ്പെടാം. നമ്മുടെ പാറ്റേൺ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക്, റൗണ്ട് നെക്കിൻ്റെ താഴത്തേക്ക് നമ്മൾ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലൈൻസിൻ്റെ ഈ ഒരു 4 ലൈൻസിൻ്റെ വിട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈൻ വരച്ചിട്ട് ഒരു 3/4 ഇഞ്ച് അത്രയും മതി കേട്ടോ. അത്രയും വിട്ട് നമുക്ക് വിട്ട് കൊടുത്തിട്ട് അടുത്ത ലൈൻ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 1/2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. അങ്ങനെ 4 ലൈൻ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഈ ഒരു ഗ്യാപ്പ് നമുക്കൊരു 1.25 ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് വന്നിട്ട് 1.25 ഇഞ്ച് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു റൗണ്ട് പോലെ വരച്ചു കൊടുക്കുക. 4 ലൈൻസ് ഇതുപോലെ 5 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിൽ 2 റൗണ്ട് ഹാഫ് സർക്കിൾ ഉണ്ടല്ലോ, അത് 2 ഇങ്ങനെ കൊടുക്കുക. തൊട്ട് താഴത്തേക്ക് ഇപ്പുറത്തോട്ട് നമ്മൾ 2 കുട്ടി ഡോട്ടല്ല റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴത്തേക്ക് ആ ഒരു സെയിം ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് 2 കുട്ടി റൗണ്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക. ഇപ്പുറത്ത് നമ്മൾ 2 കുട്ടി റൗണ്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മളിത് ഈ ഒരു 4 ലൈൻ വീതം നമ്മൾ 3 തവണയാണ് യോക്ക് പോർഷനിലായിട്ട് വരച്ചു കൊടുക്കേണ്ടത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വേണം നമുക്ക് ഡിസൈൻ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് വേണ്ടത്. ഞാനിവിടെ 2 മാൻറ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്, വേറെ സീനൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ത്രെഡാണ്. അപ്പോൾ ത്രെഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ത്രെഡാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കോട്ടൻ്റെ ത്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചുവപ്പ് കളറാണ്, അതായത് ഞാൻ എടുത്ത മെറ്റീരിയലിന് ചേരുന്ന കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളർ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു 4 ലൈൻസ് വീതം നമ്മൾ വരച്ചു കൊടുത്തില്ലായിരുന്നു, ആ ഓരോ ലൈൻസിലും നമ്മൾ കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത്. ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ, അതായത് ലൈൻസിൻ്റെ അവിടെ ആയിട്ട് നമ്മളിങ്ങനെ 2 റൗണ്ട് കുട്ടി റൗണ്ട് വരച്ചു കൊടുത്തില്ലായിരുന്നു, അവിടെ ആയിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു ഷുഗർ ബീഡ് വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിനും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ പിന്നെയും എന്ത് ചെയ്യണം, ലൈൻസ് ഇത് നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻസിൽ ഇങ്ങനെ കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കണം.
നമുക്ക് നമ്മളൊരു എന്താ ഡോട്ട് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് എന്താ ഒരു റൗണ്ട് പോലെ വരച്ചു കൊടുത്തിട്ടല്ലേ ഈ ഒരു ഹാഫ് സർക്കിൾ നമ്മൾ വരച്ചു കൊടുത്തത്. അവിടെ ആയിട്ട് നമുക്കൊരു 4 ഷുഗർ ബീഡ്സ് ഇതുപോലെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതൊരു ഓവൽ ഷേപ്പ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കറക്റ്റ് റൗണ്ട് അല്ല, ഓവൽ ഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നമുക്കിതുപോലെ കട്ട് ബീഡ്സുകൾ വെച്ച് കൊടുക്കണം. പിന്നെ അതും ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 5 ലൈൻസ് വരച്ചു കൊടുത്തതിൻ്റെ അവിടെയായിട്ട് 2 കട്ട് ബീഡ്സ് വീതം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ത്രെഡ് വെച്ചിട്ട് റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വരച്ച ഹാഫ് സർക്കിളില്ലേ, അതിൽ രണ്ടിലുമായിട്ട് നമുക്കിതുപോലെ റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ 2 ലെയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിൽ ലൈൻസിൽ വീണ്ടും കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാക്കി ഷേപ്സ് ബാക്കി നമ്മൾ വരച്ചില്ലേ, അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്.
ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു 4 ലൈൻസ് ചെയ്തെടുത്ത പോലെ തന്നെയാണ് നമുക്ക് ബാക്കിയും ചെയ്ത് കൊടുക്കേണ്ടത്. കുട്ടി കുട്ടി റൗണ്ടിൽ ഇങ്ങനെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈൻസിൽ കട്ട് ബീഡ്സ് വെച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചതിൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ റിംഗ് നോട്ടും കൂടെ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ പോലെ ഹാഫ് ഫ്ലവർ പോലെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഡിസൈൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്